കുറച്ചു കാലം ഒരു വൈദികനായിരുന്നു വാൻ ഗോഗ്. ഖനിത്തൊഴിലാളികളുടെ ഇടയിലേക്കാണ് അയാൾ അയക്കപ്പെട്ടിരുന്നത്. ശനിയാഴ്ച രാത്രി തിരുവത്താഴ ശുശ്രൂഷയുണ്ട്. ഒരാള് പോലും ഉണ്ടായിരുന്നില്ല. വിൻസെന്റും അയാൾ വിളിച്ചപേക്ഷിക്കുന്ന ദൈവവും മാത്രം. രണ്ടാമത്തെ ശനിയാഴ്ച രാവിലെ ഒരു ചെറിയ പെൺകുട്ടി അയാളെ കാണാനെത്തി. നമുക്ക് ഇവിടമൊക്കെ ഒന്ന് കാണണ്ടേ? അവളുടെ കൈപിടിച്ച് അയാൾ അന്നു മുഴുവൻ മനുഷ്യരെ കണ്ടും കേട്ടും കനിയിലൂടെ അലഞ്ഞു. പള്ളിയിലെ നേരമായി. നേരെ ചെന്ന് ശുശ്രൂഷ ആരംഭിച്ചു. തലേ ആഴ്ചയിൽ എന്ന പോലെ ഇപ്പോഴും ആരുമില്ല. ഇടയ്ക്കെപ്പോഴോ ജാലകത്തിലൂടെ ആരോ എത്തി നോക്കി. പതുക്കെ പതുക്കെ പള്ളിയിലേക്ക് ആളുകൾ എത്തിത്തുടങ്ങി. കർമ്മം തീരുമ്പോൾ പള്ളി നിറയെ മനുഷ്യരാണ്. അത്ഭുതത്തിന്റെ കാരണം പിടികിട്ടിയത് ഒടുവിൽ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ്. ഒരു ദിവസത്തെ അരച്ചിൽ കൊണ്ട് ഒരു ഖനിത്തൊഴിലാളിയെപ്പോലെ അയാൾ മുഷിഞ്ഞും കരുവാളിച്ചുമിരുന്നു. തങ്ങളിൽ ഒരാളാണ് അയാളെന്ന ബോധത്തിൽ നിന്നാണ് ഈ സാന്ത്വന സൗഹൃദമെന്ന് അപ്പോൾ അയാൾക്ക് അറിയാം. ദൈവം കരി പുരണ്ടവന്റെ ഓർമ്മയാണ് ക്രിസ്മസ് എന്നാണ് അവർ പറയുന്നത്. ഈ വിവരണം എടുത്തിരിക്കുന്നത് വാക്ക് ശരീരമാകുമ്പോൾ എന്ന ബുക്കിൽ നിന്ന്.